1985 മാർച്ച് മാസം 17 ലോസ് ആഞ്ചലസിലെ റോസ്മെഡ് നഗരത്തിൽ രാത്രി ഏകദേശം 10:35 22 വയസ്സുള്ള മരിയ ഹെർണാണ്ടസ് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. തന്റെ കാർ ഗാരേജിൽ പാർക്ക് ചെയ്തു. അന്നേരം ഒരു ദുരൂഹ വ്യക്തി അവരുടെ വീട്ടുവളപ്പിലേക്ക് കയറി വന്നു. അവൻ പതുക്കെ മരിയയുടെ കാറിനരികിലേക്ക് എത്തി. പക്ഷേ മരിയ അതൊന്നും ശ്രദ്ധിക്കാതെ കാറിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വ്യക്തി മരിയ ആക്രമിച്ചു. ആഘാതത്തിൽ മരിയ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വ്യക്തി തന്റെ 22 കാലിബർ തോക്ക് പുറത്തെടുത്തു. മരിയയുടെ മുഖത്തേക്ക് വെടിവെച്ചു. അതേസമയം വെടിയൊച്ച കേട്ട 34 വയസ്സുള്ള ഡെയിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിയെത്തി. ഡെയിലിനെ കണ്ട ഉടൻ തന്നെ ആ വ്യക്തി അവനെ പിന്തുടരാൻ തുടങ്ങി. ഭയന്ന ഡെയിൽ വീടിനകത്തേക്ക് ഓടിക്കയറി. എന്നാൽ ആ വ്യക്തിയും അവന്റെ പിന്നാലെ ഓടിക്കയറി. ഡെയിൽ അടുക്കളയിലെ ഒരു കബോർഡിനുള്ളിൽ ഒളിച്ചു. അവനെ പിന്തുടർന്നു വന്ന ആ വ്യക്തി വീട്ടിലെ ഓരോ മുറിയും തിരഞ്ഞു തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം നിശബ്ദമായതോടെ കബോർഡിനുള്ളിൽ ഒളിച്ചിരുന്ന ഡെയിൽ ആ മനുഷ്യൻ പോയോ എന്ന് നോക്കാനായി പതുക്കെ പുറത്തേക്ക് നോക്കി. പക്ഷേ അത്രയും സമയവും ആ കൊലയാളി എവിടെയും പോയിരുന്നില്ല എന്ന് അവൻ അറിയില്ലായിരുന്നു. ഡെയിൽ ഭയന്ന് ഒളിച്ചിരിക്കുന്നത് കണ്ട് അവൻ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോ ആ കൊലയാളി പോയോ എന്ന് നോക്കാനായി ഡെയിൽ പുറത്തേക്ക് നോക്കിയ അതേ നിമിഷം തന്റെ മുന്നിൽ ആ ദുരൂഹ വ്യക്തി നിൽക്കുന്നതും നേരെ തന്നെ നോക്കുന്നതും അവൻ കണ്ടു. ഇരുവരും കണ്ണിൽ കണ്ണ് നോക്കി നിൽക്കുന്നതിനിടെ അടുത്ത നിമിഷം ആ വ്യക്തി ഡെയിലിന്റെ മുഖത്തേക്ക് 6-ലധികം തവണ വെടിവെച്ചു. രക്തക്കുളത്തിൽ മുങ്ങി ഡെയിൽ അവിടെ തന്നെ മരിച്ചു. പക്ഷെ കൊലയാളി അവനെ കൊന്നതിൽ മാത്രം നിർത്തിയില്ല. അവൻ അടുക്കളയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് ഡെയിലിന്റെ 2 കണ്ണുകളും കുത്തി പുറത്തേക്കെടുത്തു. ശേഷം ആ കണ്ണുകൾ ഒരു ജ്വല്ലറി ബോക്സിനുള്ളിൽ വെച്ച് അവൻ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചു. അവർ സംഭവസ്ഥലത്തെത്തി. ആദ്യം പണത്തിനായി നടന്ന ഒരു സാധാരണ കൊലപാതകമാണെന്ന് പോലീസിന് തോന്നി. പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഇതവർ കരുതിയതുപോലൊരു സാധാരണ കേസ് അല്ല എന്നും ഇത് വെറും തുടക്കമാണെന്നും അവരെ മനസ്സിലാക്കിപ്പിച്ചു. അതിനുശേഷം ഈ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ കൊലപാതകം ചെയ്തത് ആരാണ്? പോലീസ് ആ കൊലയാളിയെ കണ്ടെത്തിയോ ഇല്ലയോ? 1980കളിൽ അമേരിക്കയിൽ നടന്ന ഏറ്റവും ഭീകരവും ശരീരം മുഴുവനും വിറയലുണ്ടാക്കുന്നതുമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു റിക്വസ്റ്റ്. നിങ്ങൾ ക്രൈം, ത്രില്ലർ, മിസ്റ്ററി, വിചിത്രമായ സംഭവങ്ങൾ, സോൾഡ് അൺസോൾഡ് കേസുകൾ എന്നിവ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ സ്ഥിരമായി വരുന്നത്. കൂടാതെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ കാണിക്കാൻ കഴിയാത്ത ക്രൈം സീൻ ചിത്രങ്ങൾ, വീഡിയോകൾ നമ്മുടെ ഔദ്യോഗിക ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തവർക്ക് പോലും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് അപ്ഡേറ്റ് ലഭിക്കും. ടെലഗ്രാം ഉപയോഗിക്കാത്തവർക്കായി നമ്മുടെ ചാനൽ വാട്സപ്പിലും ലഭ്യമാണ്. അവിടെയും നിങ്ങൾക്ക് ഉടനടി അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. ഡെയിലിന്റെ കൊലപാതകം കഴിഞ്ഞ അടുത്ത ദിവസം, അതായത് മാർച്ച് 18 രാത്രി ഏകദേശം 11 മണി 34 വയസ്സുള്ള ഏഷ്യൻ വനിതയായ വെറോണിക്ക മോട്ടലി പാർക്ക് ഭാഗത്തുള്ള ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. അവൾ യാത്ര ചെയ്യുന്നതിനിടെ പെട്ടെന്നൊരു വ്യക്തി അവളുടെ കാറിന് മുന്നിലേക്കെത്തി. അത് കണ്ട വെറോണിക്ക ഭയന്ന് പെട്ടെന്ന് ബ്രേക്ക് അമർത്തി കാർ നിർത്തി. കാർ നിർത്തിയതോടെ ആ വ്യക്തി തോക്ക് കാണിച്ചുകൊണ്ട് വെറോണിക്കയോട് കാറിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നതിനാൽ മറ്റു മാർഗമില്ലാത്ത വെറോണിക്ക കാറിൽ നിന്നും ഇറങ്ങി. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടും അടുത്ത നിമിഷം തന്നെ തന്റെ തോക്ക് ഉപയോഗിച്ച് വെറോണിക്കയുടെ മുഖത്തേക്ക് തുടർച്ചയായി വെടിവെക്കാൻ തുടങ്ങി. താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാതെ വെറോണിക്ക അവിടെ വെച്ച് തന്നെ മരിച്ചു. അവൾ മരിച്ച ശേഷം അവളുടെ കൈവശമുണ്ടായിരുന്ന പണം എടുത്ത് കൊലയാളി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത്തെ കൊലപാതകത്തിന് ശേഷം 9 ദിവസം കഴിഞ്ഞ്, അതായത് മാർച്ച് 27 രാത്രി ഏകദേശം 2 മണിയോടെ 64 വയസ്സുള്ള വിൻസെന്റ് ചാൾസും അദ്ദേഹത്തിന്റെ 44 വയസ്സുള്ള ഭാര്യ മാക്സിൻ ലിവീനിയയും വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഈ ദുരൂഹ വ്യക്തി ആ വീട്ടിലേക്ക് കയറി. വീടിനകത്ത് കയറിയ ശേഷം അവൻ നേരെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ശേഷം കിടക്കയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ചാൾസിന്റെ മുഖത്തേക്ക് വെടിവെക്കാൻ തുടങ്ങി. അതോടെ രക്തം ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ ചാൾസ് അതിക്രൂരമായി അവിടെ വെച്ച് തന്നെ മരിച്ചു. വെടിയൊച്ച കേട്ട ചാൾസിന്റെ ഭാര്യ മാക്സ്വെൽ ഞെട്ടി കണ്ണു തുറന്നു.
അവളുടെ അടുത്ത് ഭർത്താവ് മരിച്ചു കിടക്കുന്നതും തോക്കുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നതും കണ്ടപ്പോൾ അവൾ ഭയന്നുച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൊലയാളി തോക്ക് ചൂണ്ടിക്കാട്ടി അവളെ ഭീഷണിപ്പെടുത്തി. പണവും ആഭരണങ്ങളും എവിടെയാണുള്ളതെന്ന് കാണിക്കാൻ ആവശ്യപ്പെട്ടു. മാക്സിൻ കാണിച്ച മുറിയിലേക്ക് അവൻ കയറി. കൊലയാളി പണവും ആഭരണങ്ങളും തൻ്റെ ബാഗിൽ നിറയ്ക്കുന്നതിനിടെ അവൻ ശ്രദ്ധിക്കാത്ത സമയത്ത് മാക്സിൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. തൻ്റെ ബെഡ്റൂമിലേക്ക് ഓടി. കാരണം അവളുടെ സേഫ്റ്റി ഗൺ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ്. അവൾ ആ തോക്കെടുത്തു. കൊലയാളി അകത്തേക്ക് വരാൻ കാത്തുനിന്നു. അവൻ വന്നാൽ വെടിവെക്കാമെന്നവൾ കരുതി. അവൾ കരുതിയതുപോലെ കൊലയാളിയും ആ മുറിയിലേക്ക് എത്തി. മാക്സിൽ ഉടൻ തന്നെ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടി പൂർണ്ണ ശക്തിയോടെ ട്രിഗർ അമർത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം ആ തോക്കിൽ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. ഭീതിയിലായിരുന്ന മാക്സിന് തോക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന് പോലും മനസ്സിലായില്ല. അതേസമയം തന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ പ്രകോപിതനായ കൊലയാളി അവളുടെ മുഖത്തേക്ക് 10-ലധികം തവണ വെടിവെച്ചു. അതോടെ മാക്സിൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. പക്ഷെ അതുകൊണ്ടും അവൻ്റെ കോപം അവസാനിച്ചില്ല. അവൻ അടുക്കളയിലേക്ക് പോയി ഒരു കത്തിയെടുത്തു. മരിച്ചു കിടന്ന മാക്സിൻ്റെ ശരീരത്തിൽ 10-ലധികം തവണ കുത്തി തൻ്റെ ക്രൂരത പുറത്തെടുത്തു. കോപം അടങ്ങിയതിനു ശേഷം പണവും എടുത്ത് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തുടർച്ചയായി നിരവധി ക്രൂര കൊലപാതകങ്ങൾ നടന്നതോടെ ലോസ് ഏഞ്ചലസ് നഗരത്തിലെ ജനങ്ങളിൽ വലിയ ഭീതി പടർന്നു. രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് അന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചു. അന്വേഷണം ആരംഭിച്ച പോലീസുകാർ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്നാമതായി, 3 കൊലപാതകങ്ങളും നടന്നത് ഒരേ പ്രദേശത്തായിരുന്നു. രണ്ടാമതായി, എല്ലാ കൊലപാതകങ്ങളിലും കൊലയാളി ഉപയോഗിച്ചത് 22 കാലിബർ തോക്കായിരുന്നു. മൂന്നാമതായി, എല്ലാ കേസുകളിലും ഇരകളുടെ മുഖത്ത് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 കൊലപാതകങ്ങളും പരസ്പരം ബന്ധമില്ലാത്ത സംഭവങ്ങളല്ലെന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകങ്ങളാണെന്ന് അവർ സംശയിച്ചു. പോലീസ് ഇതൊരു സീരിയൽ കില്ലറിന്റെ പ്രവൃത്തിയാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും അടുത്തതായി കൊലയാളി ആരെയാണ് ലക്ഷ്യമിടാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഈ 3 കൊലപാതകങ്ങളിലും ആ 3 ഇരകളിലും ഒരേപോലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കൊലയാളി എങ്ങനെ തൻ്റെ ഇരകളെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ച് പോലീസിന് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഇരകൾക്കിടയിൽ ഏതെങ്കിലും സാമ്യമുണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ഇര ആരാകാമെന്ന് ഏകദേശം ഒരു കണക്കുകൂട്ടൽ പോലീസിന് നടത്താമായിരുന്നേനെ. പക്ഷേ അത്തരമൊരു സൂചന പോലും ഇല്ലാത്തത് കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ബുദ്ധിമുട്ടായി മാറി. ഇപ്പോൾ അടുത്ത ഇരയെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിച്ചത്. അതേസമയം കൊലയാളി ഇനി ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് അവർ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. അവർ കരുതിയതുപോലെ തന്നെ കൊലയാളി തൻ്റെ അടുത്ത ആക്രമണം നടത്തി. അത് ജൂലൈ മാസം 5-ാം തീയതി സെയ്റാമാട്രി നഗരത്തിൽ സമയം അർദ്ധരാത്രിയോടടുത്തു. 16 വയസ്സുള്ള ബിറ്റ്നി ബെനറ്റ് വീട്ടിലൊറ്റയ്ക്കായിരുന്നു. അവളുടെ മാതാപിതാക്കൾ നാടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി കൊലയാളി അവളുടെ വീട്ടിലേക്ക് കയറി. പക്ഷെ ഇപ്രാവശ്യം അവൻ തൻ്റെ കൊലപാതക രീതി മാറ്റി. താൻ കൊണ്ടുവന്ന ഇരുമ്പ് ദണ്ടുപയോഗിച്ച് ബെനറ്റിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ബെനറ്റും കൊലയാളിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ അതിക്രൂരമായ ആക്രമണത്തിന് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കൊലയാളി അതികഠിനമായി മർദ്ദിച്ചതിന് ശേഷം ബെനറ്റ് മരിച്ചു എന്നവൻ കരുതി. ശേഷം വീട്ടിലെ പണവും ആഭരണങ്ങളും എടുത്ത് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇപ്രാവശ്യം കൊലയാളി തോക്ക് ഉപയോഗിക്കാതിരുന്നതിനാൽ ബെനറ്റിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ ഈ ആക്രമണത്തിൽ അവൾക്ക് തലയോട്ടിയിൽ ഗുരുതരമായി പരിക്കേറ്റു. കൊലയാളി എത്രത്തോളം ക്രൂരമായി അവളെ ആക്രമിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേദന തോന്നും. ബെനറ്റിൻ്റെ തലയിലുണ്ടായിരുന്ന ഗുരുതര പരിക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് ആകെ 478 സ്റ്റിച്ചസ് ഇടേണ്ടി വന്നു. അപ്പോൾ കൊലയാളിയുടെ ആക്രമണം എത്ര ഭീകരമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. ബെനറ്റിന് സംഭവിച്ച ആക്രമണം മീഡിയയിലും പത്രങ്ങളിലും വലിയ ചർച്ചയായി. അതിലൂടെ ആ കൊലയാളി ലോസ് ഏഞ്ചലസ് മുഴുവനും കുപ്രസിദ്ധനായി. ഒരു വശത്ത് മീഡിയയും പത്രങ്ങളും കൊലയാളിയെക്കുറിച്ച് നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് കൊലയാളിയെ പിടികൂടാനുള്ള സമ്മർദ്ദം പോലീസിന് വളരെ കൂടുതലായി. പക്ഷേ കൊലയാളിയുടെ യഥാർത്ഥ തിരിച്ചറിയൽ കണ്ടെത്താൻ കഴിയാതെ പോലീസ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെയിരിക്കെ കേസ് അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സൂചന പോലീസിന് ലഭിച്ചു. അതും കൊലയാളി തന്നെയാണ് അതിന് കാരണം. അത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി മിഷൻ വീജോ നഗരത്തിൽ സമയം പുലർച്ചെ ഏകദേശം 3:30. 30 വയസ്സുള്ള ബിൽ കാൾസനും അവൻ്റെ 29 വയസ്സുള്ള ഫിയാൻസിയായ ഐനസ് എറിക്സണും വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കൊലയാളി അവരുടെ വീട്ടിലേക്ക് കയറി. ശബ്ദം കേട്ട് ബില്ലും എറിക്സും ഉണർന്നു.
കണ്ണു തുറന്നപ്പോൾ അവർക്ക് മുന്നിൽ തോക്കുമായി നിൽക്കുന്നയാൾ സ്വയം നൈറ്റ് സ്റ്റോക്കർ എന്നാണ് പരിചയപ്പെടുത്തിയത്. തോക്കുമായി അവനെ കണ്ട ബില്ലും എറിക്സും എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് നോക്കി നിന്നു. അടുത്ത നിമിഷം ഒരു മടിയും കൂടാതെ കൊലയാളി ബില്ലിന്റെ മുഖത്തേക്ക് വെടിവെക്കാൻ തുടങ്ങി. അതോടെ ബിൽ അവിടെ വെച്ച് തന്നെ മരിച്ചു. ശേഷം കൊലയാളി എറിക്സിനെ ലൈംഗികമായി ആക്രമിച്ചു. പക്ഷെ ഇപ്രാവശ്യം അവൻ അവളെ കൊന്നില്ല. പകരം സാത്താനെ തന്റെ ദൈവമായി അംഗീകരിക്കണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ അവളുടെ ജീവൻ രക്ഷിക്കാമെന്നും പറഞ്ഞു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ എറിക്സൺ അവൻ പറഞ്ഞത് അംഗീകരിച്ചു. അതോടെ അവളെ ജീവനോടെ വിട്ട് പണവും ആഭരണങ്ങളും എടുത്ത് കൊലയാളി അവിടെ നിന്നും പുറപ്പെട്ടു. പുറത്തേക്ക് പോകുന്നതിനിടെ അവൻ തിരിഞ്ഞ് എറിക്സനെ നോക്കി പറഞ്ഞു, എൻ്റെ പേര് നൈറ്റ് സ്റ്റോക്കർ ആണെന്ന് പോലീസിനോട് പറയൂ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇനിയും നിരവധി കൊലപാതകങ്ങൾ നടത്തും. കഴിയുമെങ്കിൽ എന്നെ പിടിക്കട്ടെ. ഇപ്പോൾ എറിക്സൺ ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. അതേസമയം കൊലപാതകം നടന്ന സമയത്ത് ശബ്ദം കേട്ട് പുറത്തു വന്ന എറിക്സന്റെ അയൽവാസികളിൽ ഒരു വ്യക്തി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓറഞ്ച് നിറമുള്ള ഒരു ടൊയോട്ടോ കാറിൽ പോയതായി പോലീസിനോട് പറഞ്ഞു. കൂടാതെ കാറിന്റെ നമ്പരും അയാൾ കുറിച്ചു വെച്ചിരുന്നു. ആ നമ്പർ ഉപയോഗിച്ച് പോലീസ് കാറിന്റെ ഉടമയെ പരിശോധിച്ചു. അപ്പോൾ ആ കാർ ഒരാഴ്ച മുൻപ് മോഷണം പോയതാണെന്ന് മനസ്സിലായി. അഥവാ ആ കാറിൽ വന്നത് കൊലയാളി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിനാൽ ആ കാർ കണ്ടെത്താൻ കഴിഞ്ഞാൽ കൊലയാളിയെയും കണ്ടെത്താനാകുമെന്ന് അവർ കരുതി. അങ്ങനെ ആ നമ്പർ ഉപയോഗിച്ച് ഓറഞ്ച് നിറമുള്ള ടൊയോട്ടോ കാർ കണ്ടെത്താനായി ലോസ് ഏഞ്ചലസ് മുഴുവനും പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. 3 ദിവസത്തെ തിരച്ചിലിന് ശേഷം ഓഗസ്റ്റ് മാസം 28-ന് ലോസ് ഏഞ്ചലസിലെ കൊറിയ ടൗൺ പ്രദേശത്ത് ആ ഓറഞ്ച് നിറമുള്ള കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. പോലീസ് ആ കാർ പൂർണ്ണമായും പരിശോധിച്ചു. അപ്പോൾ കാറിന്റെ ബാക്ക് മിററിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് അവർക്ക് കിട്ടി. അത് കൊലയാളിയുടേതാകാമെന്ന് സംശയിച്ച പോലീസ് ലോസ് ഏഞ്ചലസിലെ കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റ് റെക്കോർഡ്സുമായി അത് മാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ 1984-ൽ ഇല്ലീഗൽ ഡ്രഗ് ഉപയോഗിച്ചതിനും അമിത വേഗത്തിൽ കാർ ഓടിച്ചതിനുമായി അറസ്റ്റിലായിരുന്ന ഒരു കുറ്റവാളിയുടെ ഫിംഗർ പ്രിന്റുമായി ഇത് കൃത്യമായി മാച്ചായി. ആ ഫിംഗർ പ്രിന്റ് റിച്ചാർഡ് റാമിറസിൻ്റെതായിരുന്നു. അങ്ങനെ ആ ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് റിച്ചാർഡ് റാമിറസ് ആണെന്ന് പോലീസ് ഒടുവിൽ കണ്ടെത്തി. അടുത്ത ദിവസം പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു ഓപ്പൺ പ്രസ് മീറ്റ് നടത്തി. അതിലവർ പറഞ്ഞു, റിച്ചാർഡ്, നീ ആരാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്നെ ഞങ്ങൾ ഉറപ്പായും പിടികൂടും. ഈ പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അതുമാത്രമല്ല, 1984-ൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്തെ റിച്ചാർഡിന്റെ ഫോട്ടോയും പോലീസ് പൊതുജനങ്ങൾക്ക് പുറത്തുവിട്ടു. ഒരു വശത്ത് ജനങ്ങൾ സന്തോഷത്തിലായപ്പോൾ മറ്റൊരു വശത്ത് ഇത് റിച്ചാർഡിനെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ ഏകദേശം 6 മണിയോടെ റിച്ചാർഡ് ഈസ്റ്റ് ലോസ് ഏഞ്ചലസിലെ റോഡിലൂടെ നടക്കുകയായിരുന്നു. അന്നേരം റിച്ചാർഡിനെ പിടികൂടാനായി പോലീസ് ഒരു ടെമ്പററി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. അവിടെ വാഹനങ്ങൾ പരിശോധിക്കുന്നത് റിച്ചാർഡ് ശ്രദ്ധിച്ചു. അത് കണ്ടതോടെ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ സമീപത്തുണ്ടായിരുന്ന ഒരു ഗ്രോസറി സ്റ്റോറിലേക്ക് കയറി. അകത്ത് കയറിയ ശേഷം പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ അടുത്തവൻ നിന്നു. അല്പസമയം കഴിഞ്ഞ് പത്രം വായിച്ചു തീർന്ന ആ സ്ത്രീ അടുത്ത് നിൽക്കുന്ന റിച്ചാർഡിനെ നോക്കി. അവനെ കണ്ട ഉടൻ തന്നെ അവൾ ഭയന്നുറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട റിച്ചാർഡിന് അവൾ എന്തിനാണ് നിലവിളിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് അവൾ വായിച്ചു കൊണ്ടിരുന്ന പത്രത്തിലേക്ക് അവൻ നോക്കി. അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത് അവൾ വായിച്ചിരുന്നത് തൻ്റെ തന്നെ വാർത്തയാണ്. ഉടൻ തന്നെ ഗ്രോസറി ഷോപ്പിലുണ്ടായിരുന്ന മറ്റാളുകൾ ചേർന്ന് അവനെ പിടികൂടാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട റിച്ചാർഡ് കടയിൽ നിന്നും പുറത്തേക്ക് ഓടി റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ ആളുകൾ അവൻ്റെ പിന്നാലെ ഓടി അവനെ പിടിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. ചില നിമിഷങ്ങൾക്കുള്ളിൽ പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് ഉടൻ തന്നെ അവിടെ എത്തി. അങ്ങനെ ഒടുവിൽ ഓഗസ്റ്റ് 31, 1985-ൽ റിച്ചാർഡ് റാമിറസ് അറസ്റ്റിലായി. അറസ്റ്റിന് ശേഷം നടന്ന അന്വേഷണത്തിൽ റിച്ചാർഡിനെ കുറിച്ചുള്ള നിരവധി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. റിച്ചാർഡ് പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് പോലീസുകാർ പോലും ഞെട്ടലിൽ മിണ്ടാതെയായി. അവൻ പോലീസിനോട് പറഞ്ഞത് ഇതായിരുന്നു: 1960 ഫെബ്രുവരി മാസം 29-ന് എപ്പസോ നഗരത്തിൽ ജൂലിയൻ ടാപ്പിയർ റാമിറസിന്റെയും മെർസിഡസ് മുനോസ് റാമിറസിന്റെയും 5ാമത്തെ മകനായ റിച്ചാർഡ് ജനിച്ചു. റിച്ചാർഡിന്റെ അച്ഛനായ ജൂലിയൻ റാമിറസ് മെക്സിക്കോയിലെ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഒരു പോലീസ് ഓഫീസറുടെ മകൻ എങ്ങനെ സീരിയൽ കില്ലറായി എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഒരു നല്ല പോലീസ് ഓഫീസറായാൽ മാത്രം പോരാ, ഒരു നല്ല അച്ഛനുമായിരിക്കണം. മറ്റ് സീരിയൽ കില്ലേഴ്സിനെ പോലെ തന്നെ റിച്ചാർഡിന്റെ ബാല്യവും വളരെ ഭീകരമായിരുന്നു. കാരണം റിച്ചാർഡിന്റെ അച്ഛൻ ഒരു മദ്യാസക്തനായിരുന്നു. അവൻ ദിവസവും മദ്യപിച്ച് റിച്ചാർഡിനെയും അവൻ്റെ അമ്മയെയും സഹോദരിമാരെയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു.
അതുകൊണ്ട് തന്നെ റിച്ചാർഡിന് ബാല്യകാലം മുതൽ തന്നെ തൻ്റെ അച്ഛനോട് വെറുപ്പ് തോന്നി തുടങ്ങി. അങ്ങനെയിരിക്കെ 1972 റിച്ചാർഡിന് 12 വയസ്സായപ്പോൾ അവൻ്റെ കസിനായ മൈക്ക് വെക്കേഷന് വേണ്ടി റിച്ചാർഡിൻ്റെ വീട്ടിലെത്തി. റിച്ചാർഡും മൈക്കും തമ്മിൽ ഏകദേശം 30 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ റിച്ചാർഡ് പിന്നീട് ഒരു ക്രൂര സീരിയൽ കില്ലറാകാൻ കാരണം മൈക്കായിരുന്നു. കാരണം മൈക്ക് വിയറ്റ്നാം വാറിൽ പങ്കെടുത്ത ഒരു എക്സ് മിലിറ്ററി മാൻ ആയിരുന്നു. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വളരെ അഗ്രസീവായ ഒരു സൈക്കോപാത്തിക് ആയിരുന്നു. വിയറ്റ്നാം വാറിൽ പങ്കെടുത്തിരുന്ന സമയത്ത് അവൻ റെഫ്യൂജി ആയിരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി ആക്രമിക്കുകയും അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പിന്നീട് ആ ഫോട്ടോകൾ ഇടയ്ക്കിടെ നോക്കി അവൻ സ്വയം ആസ്വദിക്കും. ഒരു ദിവസം മൈക്ക് ആ ഫോട്ടോസ് റിച്ചാർഡിനും കാണിച്ചു. 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നിട്ടും ആ ചിത്രങ്ങൾ കണ്ട് ഭയപ്പെടുന്നതിന് പകരം റിച്ചാർഡ് അത് ആസ്വദിക്കാൻ തുടങ്ങി. അത് കണ്ട് സാഡിസ്റ്റായ മൈക്ക് പോലും അതിശയിച്ചു. റിച്ചാർഡ് അത് ആസ്വദിച്ചത് മാത്രമല്ല, അതിലൂടെ കൊലപാതകത്തോടുള്ള ഒരു താല്പര്യവും അവന് രൂപപ്പെട്ടു. ബാല്യകാലം മുതൽ ആരുമായും അധികം അടുപ്പമുണ്ടായിരുന്ന റിച്ചാർഡിന് മൈക്കുമായുള്ള ഒരു ബന്ധം കാരണം ഒരു ശക്തമായ ബോണ്ടിങ് രൂപപ്പെടാൻ തുടങ്ങി. മൈക്ക് ഫോട്ടോകൾ മാത്രം കാണിച്ചില്ല, മിലിറ്ററി ട്രെയിനിങ്ങിൽ പഠിപ്പിച്ച എങ്ങനെ ആളുകളെ കൊല്ലണം, എങ്ങനെ ആക്രമണം നടത്തണം എന്നിങ്ങനെയുള്ള എല്ലാ ടെക്നിക്സും അവൻ റിച്ചാർഡിനെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് ഭാവിയിൽ അതേ ടെക്നിക്സ് ഉപയോഗിച്ചാണ് റിച്ചാർഡ് തൻ്റെ ഇരകളെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ 1973 റിച്ചാർഡ് മൈക്കിൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഒരു രാത്രി റിച്ചാർഡും മൈക്കും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. അവർ മദ്യപിക്കുന്നത് കണ്ട മൈക്കിൻ്റെ ഭാര്യ ജെസ്സി അവരുമായി തർക്കിക്കാൻ തുടങ്ങി. അവർക്കിടയിൽ വഴക്കുണ്ടാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ആ ദിവസത്തെ ആ തർക്കം അത് അതിര് കടന്നു. ഒരു ഘട്ടത്തിൽ മൈക്കിന് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ശേഷം തൻ്റെ ഹാൻഡ് ഗൺ എടുത്ത് റിച്ചാർഡിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ജെസ്സിയെ പലതവണ വെടിവെച്ച് കൊലപ്പെടുത്തി. അപ്പോഴാണ് റിച്ചാർഡ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കൊലപാതകം നേരിൽ കാണുന്നത്. ഇത് കണ്ടപ്പോൾ റിച്ചാർഡ് ഭയന്നോ? ഇല്ല, ഒരിക്കലുമില്ല. 12 വയസ്സിൽ ആ ഭീകര ഫോട്ടോകൾ കണ്ടപ്പോൾ ഭയപ്പെടാതിരുന്നത് പോലെ ഈ കൊലപാതകവും അവൻ ആസ്വദിക്കാൻ തുടങ്ങി. ഇതുവരെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അനുഭവം എന്നവൻ കേട്ടറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സംഭവത്തിന് ശേഷം കൊലപാതകത്തോടുള്ള അവൻ്റെ ഭ്രാന്ത് അതിൻ്റെ പരമാവധിയിലെത്തി. അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിൽ ഒന്നായി മാറി. ഇപ്പോൾ ജെസ്സിയെ കൊലപ്പെടുത്തിയ കേസിൽ മെക്സിക്കൻ പോലീസ് മൈക്കിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ മിലിറ്ററി സർവീസ് സമയത്തുണ്ടായ അമിത മാനസിക സമ്മർദ്ദം കാരണം തന്നെയാണ് മൈക്ക് ജെസ്സിയെ കൊലപ്പെടുത്തിയതെന്ന് വാദിച്ചു. അതിനെ തുടർന്ന് മൈക്കിനെ മെക്സിക്കോയിലെ ഒരു സ്റ്റേറ്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 4 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം 1977 മൈക്ക് പുറത്തിറങ്ങി. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം മൈക്കും റിച്ചാർഡും ചേർന്ന് രാത്രികാലങ്ങളിൽ നിരവധി വീടുകളിൽ കയറി പണവും ആഭരണങ്ങളും കവർച്ച ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിൽ മാത്രം റിച്ചാർഡ് നിർത്തിയില്ല. ഇവിടെയാണ് അവൻ്റെ ഭീകര ചിന്തകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ബാല്യത്തിൽ മൈക്ക് കാണിച്ച ചിത്രങ്ങളും ജെസ്സിയുടെ കൊലപാതകവും ഇതെല്ലാം റിച്ചാർഡിൻ്റെ കൊലപാതക താല്പര്യത്തെ പരമാവധിയിലേക്ക് എത്തിച്ചുവെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. ഇപ്പോൾ അതെല്ലാം അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. കൃത്യമായി പറയുകയാണെങ്കിൽ റിച്ചാർഡിൻ്റെ സൈക്കോപാത്തിക് ചരിത്രം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഇൻട്രോയിൽ കണ്ട എല്ലാ കൊലപാതകങ്ങളും ആ ഇരുണ്ട തുടക്കത്തിൻ്റെ ഭാഗമായിരുന്നു. 4 വർഷത്തെ അന്വേഷണത്തിന് ശേഷം 1989 സെപ്റ്റംബർ മാസം 9 റിച്ചാർഡ് റാമിറസിന്മേൽ ഒഫീഷ്യലായി കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു. 13 കൊലപാതകങ്ങൾ, 5 അറ്റംപ്റ്റ് ടു മർഡേഴ്സ്, 11 ലൈംഗിക അതിക്രമങ്ങൾ, 14 ബർഗ്ലറി കേസുകൾ, ഇങ്ങനെ ആകെ 43 കേസുകളാണ് അവൻ്റെ മേൽ ചുമത്തപ്പെട്ടത്. 1989 നവംബർ മാസം 7 റിച്ചാർഡിന് കോടതി മരണശിക്ഷ വിധിച്ചു. എന്നാൽ 2013 ഓഗസ്റ്റ് 7 ബി-സെൽ ലിംഫോമ എന്ന രോഗം കാരണം 53-ാം വയസ്സിൽ റിച്ചാർഡ് മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ കാണുന്ന മിക്ക സീരിയൽ കില്ലർ കേസുകളിലെയും പോലെ ഒരു കുട്ടി ഇത്തരത്തിലേക്ക് മാറാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പാരന്റിങ്. അതുതന്നെയാണ്, കുട്ടികളുടെ ബാല്യത്തിൽ സ്നേഹത്തോടെ എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമോ അതിൻ്റെ പ്രതിഫലനം അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. കുട്ടി വളർന്നതിന് ശേഷം അവർ നേരിടുന്ന സാഹചര്യങ്ങൾ, സുഹൃത്തുക്കൾ, സമൂഹം ഇവയെല്ലാം അവരുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും. പക്ഷേ മൈക്ക് പോലുള്ള ഒരാൾ അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും ആ സാഹചര്യത്തിൽ അവരെടുക്കുന്ന തീരുമാനം നിങ്ങൾ അവരെങ്ങനെ വളർത്തി എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അതുതന്നെയാണ് അവർ നല്ലവരാകുമോ മോശക്കാരാകുമോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നല്ലത്, എന്താണ് തെറ്റ്, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. എപ്പോഴും ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ മികച്ച കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.